പൃഥ്വിരാജിൻ്റെ ഐ നോബഡി ട്രെയിലർ വന്നിട്ടുണ്ട്. നിസാം ബഷീർ, സമീർ അബ്ദുൾ, ആഫ്റ്റർ റോഷാർക്ക്, അതുപോലെ പിന്നെ ജെയ്ക്സ് ബിജോയാണ് മ്യൂസിക്. നമുക്കൊന്ന് ട്രെയിലർ കണ്ടോക്കാം. രാജുവിന്റെ കയ്യിൽ രാജു സമ്പാദിക്കാത്ത കുറച്ച് സ്വത്തുണ്ടല്ലേ? എല്ലാരും കൂടെ അധ്വാനിച്ചൊരു മുതല് സാറിന് സ്വന്തമായിട്ട് വീഴണമെന്ന് വിചാരിച്ചാ അത് കുറച്ച് കൂടുതലല്ലേ സാറേ? അതുകൊണ്ട് സാറിന് കിട്ടിയ മുതലിന്റെ പകുതിക്ക് ഞങ്ങൾക്ക് കിട്ടിയത് മുഴുവൻ ദേഹത്തുണ്ട്. പകുതിയാക്കണ്ട, മൊത്തമായിട്ട് തന്നേക്കാം. രാജീവ് സാറല്ലേ? സാർ SP ഓഫീസ് വരെ ഒന്ന് വരണമായിരുന്നു. രാജുവിന് ഏത് ബാങ്കിൽ അക്കൗണ്ട്? SSB. ഗൾഫിനോ? അവിടെ തന്നെ. പിന്നെ അതിനാ രാജീവൻ എന്ന ISFC ബാങ്കിൽ പോയത്? ഈ പറഞ്ഞ രാജീവൻ ഇത് ആദ്യമായിട്ടല്ല വാർത്തകളിൽ നിറയുന്നത്. ഇതിനു മുന്നുള്ള സെക്യൂരിറ്റിനെ ലിഫ്റ്റിലിട്ട് താനിങ്ങനെ എന്നും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടോ ഞങ്ങൾ പോലീസുകാരെ പെട്ടുപോലോ. എന്ത് ചെയ്യാനാ സാറേ, കയ്യിലിരിപ്പ് പണ്ടേ കുറച്ച് മോശം. എടാ, ബാങ്കിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ക്യാഷ് ഔട്ട് കറങ്ങി തിരിച്ചടക്കാൻ പറ്റില്ല. ഇവിടെയൊക്കെ പൈസ വെക്കുന്നത് സേഫ് ആണോ? അവിടെ ഖാലിദ് റഹ്മാൻ ഉണ്ട്. ഞങ്ങൾ ചേസ് ചെയ്ത് 2 ദിവസമായിട്ട് ഉമ്മാരുടെ പുറകെ നടക്കുക സാറേ. ഓഫീസിലൊക്കെ പരാതിയില്ല, വീട്ടിൽ കയറാൻ വന്ന് അവർക്ക് ഇച്ചിരി ടെൻഷൻ കൊടുത്താലോ? എനിക്കൊരു മിസ്റ്റേക്ക് പറ്റും, അത് ഞാൻ തന്നെ കറക്റ്റ് ചെയ്തോളാം. പക്ഷെ എങ്ങനെ കറക്റ്റ് ചെയ്യുന്ന നീ പറയുന്നേ? നിന്റെ ഈ മിസ്റ്റേക്ക് ഇല്ലേ, ഇത് ഇവിടുത്തെ പോലീസുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അയാൾക്കൊരു ഫാമിലി ഉള്ളതാണ്. മൈ ഫാമിലി, മൈ കിഡ്സ്, അതൊക്കെയാണ് എന്റെ വലിയ കാര്യം. രാജീവനൊരു ക്രിമിനലാണ്, അത് മീരയ്ക്കും അറിയാവുന്ന കാര്യമാണ്. രാജീവിനൊന്നും പറയാനില്ലേ? സർ, അതിനി എന്താണെങ്കിലും ഞങ്ങൾക്കൊന്നും അറിയില്ല. അയാളോട് കൂടുതൽ അബദ്ധങ്ങളൊന്നും കാണിക്കാതെ സറണ്ടർ ചെയ്യാൻ പറ. എന്നിട്ടെന്താ, പപ്പയുടെ കൂടെ അടികൂടാൻ വന്നവരായിരുന്നു. ഇപ്പൊ ജീവനോടില്ല. സൂപ്പർ. എന്നിട്ട് പപ്പയോട് അടികൂടാൻ വന്നവരാരും ഇപ്പോൾ ജീവനോടെ ഇല്ല. എന്തോ സസ്പെൻസ് ഉണ്ട്, അതായത് ഇവരെന്തോ തെറ്റ് ചെയ്ത് അത് മറച്ചു വെക്കുകയാണ്. പക്ഷെ പോലീസിനറിയാം ഇവർ തെറ്റ് ചെയ്തിരിക്കണമെന്ന്. ഇവരെന്തോ അത് മറച്ചു വെക്കാൻ ട്രൈ ചെയ്യുകയാണ്. അതാണ് തീമെന്ന് തോന്നുന്നു. എന്തായാലും പൃഥ്വിരാജ് അടിപൊളിയായിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതൊരു ഹിറ്റ് ആവാനാണ് ചാൻസ്. ആൻഡ് ട്രെയിലർ കട്ടൊക്കെ അടിപൊളിയായിരുന്നു. ജെയ്ക്സ് ബിജോയ് സൂപ്പറായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു രണം ഫീലിംഗ് ഒക്കെ വരുന്നുണ്ട് ജെയ്ക്സ് ബിജോയിൻ്റെ, മൊത്തത്തിൽ പൃഥ്വിരാജ് ജെയ്ക്സ് ബിജോയ് ടീമിൻ്റെ. എന്തായാലും എനിക്ക് തോന്നുന്നു ഇതൊരു ഹിറ്റ് ആവാനാണ് ചാൻസ്. പിന്നെ റോഷാർക്കിനാട്ടിലും ഒരു ബഡ്ജറ്റ് വൈസ് ഒക്കെ കൂടുതലുള്ള പടം തോന്നുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു ട്രെയിലറൊക്കെ. ആൻഡ് കട്ടും അടിപൊളിയായിരുന്നു. പടം ഹിറ്റ് ആവാനാണ് ചാൻസ്. നമുക്ക് സിനിമ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം.